ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട SP125 വണ്ടി നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് വന്നതാണ്. നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയേക്കുന്നത് 64,172 കിലോമീറ്ററിലാണ്. പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, ചെയിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം, പിന്നെ ഫ്രണ്ട് ഒരു കുതിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കി നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും പ്രത്യക്ഷത്തിൽ ഫ്രണ്ട് ഭാഗത്തുനിന്ന് കിട്ടിയില്ലായിരുന്നു. നിലവിൽ നമ്മൾ ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ നമ്മൾ യൂസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് ടയർ പുതിയ ടയർ അടക്കണേ, വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ഷോക്കപ്പ് ചെക്ക് ചെയ്തിരുന്നു, ആക്ഷനൊക്കെ ഓക്കെയാണ്, വർക്കിംഗ് ഓക്കെയാണ് കേട്ടോ. പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലത്തെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലത്തെ ഒരു പ്ലേറ്റ് പോയിട്ടുണ്ട്, വേറെ വാഷ് ഇട്ട് കൊടുത്താൽ നിർത്തിയാണ്. ഐറ്റം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി സെറ്റ് ചെയ്തിട്ട് അത് കറക്റ്റാക്കി ഇടാം. ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് അതിൻ്റെ സ്ക്വയർ ടൈപ്പ് ഒരു പ്ലേറ്റാണ് വരുന്നത്. അപ്പോൾ നോക്കിയിട്ട് അതുണ്ടെങ്കിൽ അതും കൂടി സെറ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ, എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ വെച്ചിട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി കളയാം, കാരണം എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ പ്ലഗും എയർ ഫിൽറ്ററും നമുക്ക് മാറ്റിയിടാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് മാറ്റേണ്ട ടൈമാണ്. കൂട്ടത്തിയുടെ ഓയിലിൻ്റെ ഫിൽറ്ററും കൂടി നമ്മൾ മാറ്റി വിടുന്നുണ്ട്. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.27 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.52 വരെ വന്നിട്ടുണ്ട്. 9.5 വോൾട്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിക്കടെ നടത്തിയെന്നുള്ളൂ. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കാലിപ്പർ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം, അതിനൊക്കെ വേണ്ടി അഴിച്ചാണ്. ബ്രേക്ക് പാഡ് നമുക്ക് കുറച്ചും കൂടിയും ഓടാനുണ്ട്. ഇതെൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ കാണുന്ന 4 ലൈൻ എന്നത് കേട്ടോ. അതിനോട് ചേർന്ന് വരുമ്പോൾ ബ്രേക്ക് പാഡ് മാറ്റണമെന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നിസ്സാരം കൂടിയാണ് നമുക്കിനി ഓടാനായിട്ടുള്ളൂ. ഏകദേശം നിസ്സാര കിലോമീറ്റർ കൂടിയാണ് ഓടാനായിട്ട് പറ്റുള്ളൂ. ഒന്നോരെ കൈയോടെ അത് മാറ്റിക്കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു ശ്രദ്ധ വേണം. അടുത്ത സർവീസ് വരെ എന്തായാലും ബ്രേക്ക് പാഡ് കിടക്കില്ല. അപ്പോൾ കുറച്ചും കൂടി തീരാനുണ്ട്. അപ്പോൾ നമുക്ക് തീർന്നിട്ട് മാറ്റിയാലും മതി. ഇനി അതല്ല, അത് നോക്കാനായിട്ട് സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈയോടെ നമുക്കത് മാറ്റി കളഞ്ഞോണം. കാരണം അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ ലൈനർ പീസ് പാഡ് സെറ്റ് തീർത്തുമ്പോൾ നേരെ കയറി ഡിസ്ക് പ്ലേറ്റിലേക്ക് പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കത് പ്ലേറ്റും കംപ്ലയിൻറ്റ് വരാനും കാരണമായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഞാനിപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ ബ്രേക്ക് പാഡ് ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ സ്വിച്ച് ഐറ്റംസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിൻ്റെ മിററിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. കൃത്യമായിട്ട് ആ ബ്രേക്ക് പാഡിൻ്റെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞേക്കാം. കാരണം മാറ്റണമെങ്കിൽ നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് ഇടാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ ഓർമ്മയിൽ വെച്ചേക്കാം. ഇടയ്ക്ക് ഒരു മാസമോ അല്ലെങ്കിൽ 1.5 മാസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും കയറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. തീർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൈയോടെ മാറ്റിയിടാം. കാരണം അടുത്ത സർവീസ് വരെ എന്തായാലും കിടന്ന് ഓടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം.